12 വർഷക്കാലം വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ അടിമജീവിതം നയിച്ച ഒരമ്മ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിന് സമാനമായ രീതിയിൽ ജീവിച്ചൊരമ്മ. എന്നമ്മേ ഗൾഫിൽ പോയത്? 1998 8-ാം മാസം 28-ാം തീയതി. 12 വർഷം ഗൾഫിൽ നിന്നു. എന്തായിരുന്നു ഒരവസ്ഥ? അവസ്ഥയെന്ന് പറഞ്ഞാൽ ജോലി ചെയ്ത ഇടത്തിലെല്ലാം ശമ്പളം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടായിരുന്നു. പട്ടാളക്കാരൻ്റെ വീട്ടിൽ നിന്നപ്പോൾ ഒരു ജീവിതാനുഭവം എന്തായിരുന്നു? അവിടെ എന്നെങ്കിൽ അയാൾക്ക് അത് എങ്ങനെ ഞാൻ പറയാം, അത് എന്നെ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് അടിമയായി എന്നെ വന്നേ ഇല്ല. അങ്ങനെ അവൻ 2-3 അടിയൊക്കെ അടിച്ചു. ദൂരമായിട്ട് മർദ്ദിച്ചോ? ഒരുപാട് അടിച്ചു. വീട്ടിൽ ഞാൻ ആരുടെടുത്തും പറഞ്ഞില്ല. പറയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും വിലയും നിലയോടൊക്കെ ജീവിച്ചിട്ടുണ്ട്. എല്ലാവരും കൈ നടിയും കൊണ്ട്. അപ്പോൾ തുടക്കം കണ്ടിട്ട് അനിയത്തി ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മുകളിൽ താഴെ വന്ന് വിളുന്നതാണ്. അപ്പോൾ രക്തം കെട്ടിക്കിടക്കണമല്ലോ. ഞാൻ പറഞ്ഞു അത് അവിടുത്തെ ഇത് കൊണ്ടായിരിക്കും ഞാൻ രക്തം കെട്ടിക്കിടക്കും. ഞാൻ നാട്ടിൽ വന്നിട്ട് കമ്പിയിട്ട് 6 മാസം ഞാൻ ഒറ്റക്കിടയായിട്ട് വീട്ടിൽ കിടന്നു. രാത്രിയും പകലെന്നറിയാതെ അടുക്കളയിലും ബാത്റൂമിൽ പോയിരുന്ന് കരിഞ്ഞു ഉറങ്ങിയ ദിവസങ്ങളുണ്ട്. 12 വർഷം ജോലി ചെയ്തിട്ട് എന്തെങ്കിലും പൈസ അക്കൗണ്ടിലുണ്ടോ? 1 രൂപയില്ല. എൻ്റെ അക്കൗണ്ട് ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ബാങ്ക് മാനേജർ വരെ ഇന്ന് എന്നെ കളിയാക്കി. ഇന്ന് എനിക്ക് ഷുഗറിൻ്റെ മരുന്ന് വേണം, അനിയത്തി വേണം എനിക്ക് വാങ്ങിച്ച് തന്ന് ജീവിക്കാൻ. 65 വയസ്സാവാൻ പോണു. നീ അവിടെ എവിടെയെങ്കിലും കിടന്നു പോയാൽ അത് ഇല്ലെങ്കിൽ എന്നെ കാലുകൊണ്ട് ആരും കോരി എറിയരുത്. ഇതേ ഉള്ള മനസ്സിൽ ഇപ്പോൾ ഒരു മോഹം, വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ തമ്പരെ എന്നെ അങ്ങോട്ട് എടുക്കണം. ഒറ്റൊരാഗ്രഹം മാത്രമേ ഉള്ളൂ, 1 സെൻറ്റ് ഭൂമിയിൽ കയറി കിടക്കാൻ ഒരു വീട്. ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഒരാളും നടതള്ളുന്ന ഒരവസ്ഥയിലേക്ക് തൻ്റെ ജീവിതം മുന്നോട്ട് പോകരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഈ അമ്മ പറയുന്നത്. അതിനുവേണ്ടിയുള്ള നടപടി പ്രവാസി സംഘടനകളുടെയും സർക്കാരിൻ്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥന മാത്രമാണ് ഈ അമ്മയ്ക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ക്യാമറമാൻ ഷാനോസ് പരിതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.